നിങ്ങൾ ഈ അടുത്ത കാലത്തെങ്ങാനും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇന്ത്യൻ എംബസിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വലിയൊരു മാർച്ച് വരുന്നു? എന്നിട്ട് ആ മാർച്ച് എംബസിയുടെ ഏകദേശം 100-150 മീറ്ററിന് അപ്പുറത്ത് വെച്ച് വലിയ രീതിയിൽ പോലീസ് തടയുന്നു, ഒരാളെ അറസ്റ്റ് ചെയ്തില്ല. അതായത് മനസ്സിലാക്കുക, ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് മേജർ മിഷൻ ഓഫീസാണ് ഢാക്കയിൽ, ബംഗ്ലാദേശിൽ. 1971 ശേഷം ഇന്ത്യ ബംഗ്ലാദേശ് ടെൻഷൻ ഇതേപോലെ ഉണ്ടായിട്ടില്ല, അത്രമാത്രം ടെൻഷനായി. ഇതേപ്പറ്റി ഞാൻ 2 വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. പല ആൾക്കാരും പറഞ്ഞു അത് ചെയ്യും മോദി, ഇത് ചെയ്യും മോദി, കുന്തം ചെയ്യും. ഞാൻ പറഞ്ഞു ആ ചെയ്തൊക്കെ അവിടെ വെക്ക്, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തലത്തിലല്ല ഇത് പോകുന്നത്. ബംഗ്ലാദേശിനെ മോണിറ്റർ ചെയ്യുന്നതിൽ ഇന്ത്യ ഗവൺമെന്റും ഇന്ത്യയുടെ ഡിപ്ലോമസിയും ജയശങ്കർ അയാൾ പരാജയപ്പെട്ടു. അടുത്ത ഫ്രണ്ട് ഓപ്പണായി. ഒരു ഫ്രണ്ട് പാകിസ്ഥാൻ, അപ്പുറത്തെ ഫ്രണ്ട് ബംഗ്ലാദേശ്, അതിനകത്ത് ജോയിൻ്റ് ആയിട്ട് ചൈന. നോക്കുക, നിങ്ങൾ മൻമോഹൻ സിംഗിന്റെ കാര്യം പറഞ്ഞു, ഇന്ദിരാഗാന്ധിയുടെ കാര്യം പറഞ്ഞു. അന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതേപോലെ ഇന്ത്യൻ എംബസി, അതായത് ഇന്ത്യൻ എംബസി ഷട്ട് ഡൗൺ ചെയ്യാൻ, പ്രകടനം ബാൻ ചെയ്യാൻ, ഇന്ത്യൻ എംബസി അവിടുന്ന് ഇന്ത്യയിലോട്ട് തിരിച്ചു പോകാൻ? കഴിഞ്ഞ ദിവസം 2 മണി മുതൽ ഇന്ത്യൻ എംബസി ഇന്ന് വരെ, അതായത് വിസ, അതാണ് പബ്ലിക് ഇൻട്രാക്ഷൻ എംബസികളുമായിട്ടുള്ളത്, അത് സസ്പെൻഡ് ചെയ്തേക്കുക. നോക്കോ എവിടുന്ന് എങ്ങോട്ട് പോയി കാര്യം. ആരാണിത് മോണിറ്റർ ചെയ്യാതിരുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. കാരണം ഇതെന്തുവാ, ആ പഴയ മെയ് ജൂലൈയിൽ നേരത്തെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഉണ്ടായ അതേ വലിയൊരു ഇസ്ലാമിക സ്റ്റുഡൻസ് മൂവ്മെന്റ്, ജമാഅത്ത് ഇസ്ലാമിയുടെ ബാക്കപ്പ്. പലപ്പോഴും ഞാനിത് പറഞ്ഞു, ഇത് കാണാതെ പോകരുത്. ഇത് ഭയങ്കരമായിട്ട്, കാരണം അടുത്തൊരു ഫ്രണ്ട് തുറക്കുകയാണ്. പാകിസ്ഥാൻ, എത്ര പാകിസ്ഥാൻകാർ ഇന്ത്യയിലുണ്ട്? എനിക്ക് തോന്നുന്നില്ല, കൂടിപ്പോയി കഴിഞ്ഞ ഒരു 100 പേര് കാണും, അല്ലെങ്കിൽ 150 പേര് കാണും ഇന്ത്യക്കകത്ത് കറണ്ട്ലി. അതേസമയം എത്ര ബംഗ്ലാദേശികൾ ഇന്ത്യയിലുണ്ട്? 2.5-3 കോടി ബംഗ്ലാദേശികൾ ഇല്ലീഗൽ ഇമിഗ്രൻസ് ഇന്ത്യക്കകത്തുണ്ട്. മനസ്സിലാക്കുക ഡേഞ്ചർ. ചെറിയ സംഭവമല്ല ഇത്. ചിക്കൻ നെക്ക്, അതേപോലെ ഹ്യൂജ് ആയിട്ടുള്ള ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ, NH-12, നോർത്ത് ഈസ്റ്റ്, ചിക്കൻ നെക്ക്. എന്താ അവർ ആവശ്യപ്പെടുന്ന? അവരുടെ കാര്യത്തിൽ ഇന്ത്യ ഇടപെടരുത്. ഇന്ത്യക്കാരന് ഷോപ്പുകൾ തുറക്കുന്നില്ല, കച്ചവടക്കാർ, ഇന്ത്യൻ ഒറിജിൻ, അതായത് ബംഗാളികൾ പേടിച്ചിട്ട് ഭയന്നിട്ട്. നേരത്തെ ഇന്ത്യക്കാരെ അവിടെ അറ്റാക്ക് ചെയ്ത സമയത്ത് ഞാൻ വീഡിയോ ചെയ്തു, അവിടെയുള്ള ബംഗ്ലാദേശി ഹിന്ദുക്കളുമായിട്ട് സംസാരിച്ച്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കണം, ശരിക്കും അറിയുന്നത് എന്താണ് അവിടെ സംഭവിക്കുന്നത്. ഇന്ത്യക്കെതിരെയാണ്, പ്രത്യേകിച്ച് മോദിക്കെതിരെയാണ്. എന്തിനാണ് മോദിയുടെ കട്ടൗട്ടും ഇതൊക്കെ വളരെ മോശമായിട്ട് ക്രിമിനൽ പോലെ ആക്കിയിട്ട് ഢാക്ക ക്യാമ്പസുകളിൽ, അതായത് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ സ്ത്രീകളും ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും എല്ലാം കൂടി ഒരുമിച്ച് ഇന്ത്യയെ പുറത്താക്കാൻ? നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും രാജ്യത്ത് അടുത്ത കാലത്തോ അല്ലെങ്കിൽ 10, 30, 40 വർഷം കേട്ടിട്ടുണ്ടോ? അതാണ് ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത്. ഒരു കാര്യം പറയാം, പാകിസ്ഥാൻ ഇസ്ലാമാബാദാണ് ക്യാപിറ്റൽ, ഇന്ത്യൻ എംബസി അവിടെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിട്ടുണ്ടോ ഇതേപോലെ ഇന്ത്യൻ എംബസിയുടെ അടുത്ത് വരെ പോയിട്ട് ഇതേപോലെ മാസീവായിട്ട് പ്രകടനം നടത്തിയിട്ട് പ്രശ്നമുണ്ടാക്കിയിട്ട്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. എന്ത് പറഞ്ഞാലും ആ ഗവൺമെന്റ് പട്ടാളക എന്തുവാണെങ്കിലും അതിനെടുത്ത് ദൂരെ കളയും. കാരണം അത് ഒരു മിഷൻ, ഇന്ത്യയുടെ മിഷനാണ്. അത് ഗ്ലോബലായിട്ട് അറ്റൻഷൻ കിട്ടുന്നൊരു സംഭവമാണ്. ഈ ബംഗ്ലാദേശി പീറ രാജ്യക്കാർക്ക് ഇന്ത്യക്കാരെ അവിടുന്ന് പുറത്താക്കണം, ഇന്ത്യൻ എംബസി അടക്കണം എന്ന് പറയാൻ ധൈര്യം എവിടുന്നാ കിട്ടിയത്? പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി എവിടുന്നാണ് ധൈര്യം കിട്ടിയത്? ആരാ ഈ ധൈര്യം അവർക്ക് കൊടുത്തത്? എവിടെയാണ് ഫ്ലോപ്പായത്? പെട്ടെന്ന് ഇന്ത്യൻ ചാനലിലെല്ലാം ഇന്ന് ഡിസ്കഷനാണ്. പല ചാനലുകാരും പറഞ്ഞു വളരെ മോശമായ സിറ്റുവേഷൻ. നേരത്തെ അത് പറഞ്ഞിട്ടില്ല, ഇപ്പൊ പറഞ്ഞു. ഞാൻ കുറച്ച് ദിവസം കൊണ്ട് പറയുവാനത് മോശമാവുകയാണ് സിറ്റുവേഷൻ.
നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവമാണ്. ഇന്ത്യയുടെ ബോർഡറാണ്. ഇന്ത്യയുടെ ബോർഡറിൽ അതേപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കാർ അവരുണ്ടാക്കിയെടുത്ത സംഭവമുണ്ട്. എങ്ങനെയാണ് പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ അവിടുത്തെ പട്ടാളവും അവിടുത്തെ ഗവൺമെന്റും അവിടുത്തെ വിദേശകാര്യം എത്ര പ്രാവശ്യമാണ് അവിടെ പോയി? 23-24 പ്രാവശ്യമാണ് പോയത്. അവരുണ്ടാക്കിയെടുത്താണ് ഇന്ത്യൻ എംബസിക്കെതിരെ അതേപോലെ ഒരു മാർച്ച്. ബഹളം ഉണ്ടാകുന്നു. ആരാണ് ഉത്തരവാദി? ഉറപ്പായിട്ടും നമ്മളത് മോണിറ്റർ ചെയ്തില്ല. ഭയങ്കര വിദേശകാര്യ പറയുന്നത്. ഇതാണ് ബ്ലണ്ടർ എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യം പാകിസ്ഥാനേക്കാളും വലിയ ശത്രുവായിട്ട് മാറുന്നു, പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യം ഇന്ത്യക്കെതിരെ തിരിയുന്നു. ഇത് ഇന്ത്യ സിമ്പിളായിട്ട് എങ്ങനെ കാണാൻ പറ്റുന്നത്? ഞാൻ പറഞ്ഞു, കാശ്മീരിനേക്കാളും വളരെ സെൻസിറ്റീവാണ് ഈ പറയുന്ന ബംഗ്ലാദേശും ചിക്കൻ നെക്കും നോർത്ത് ഈസ്റ്റ്. എന്താ അവർ പറയുന്നത്? നോർത്ത് ഈസ്റ്റിലുള്ള സഹോദരന്മാരെ ഞങ്ങൾ സഹായിക്കും ഇന്ത്യയിൽ നിന്നും വിട്ടുമാറാൻ വേണ്ടി. പബ്ലിക്കായിട്ട് പറയുക. അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടി പറയുകയാണ്. അവിടെ ഭരിക്കുന്നവരും ഭരിക്കാത്തവരും അവരും ഇവരുമൊക്കെ അവിടെ മുഴുവനും അവിടുത്തെ സോഷ്യൽ മീഡിയയിലും അവിടുത്തെ TV ചാനലും മുഴുവനും ഇന്ത്യക്കെതിരെയാണ്. ഇത്രമാത്രം ഇന്ത്യ വിരുദ്ധ വൈര്യം ഇത്ര സംഭവം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എന്ത് തെറ്റാ ചെയ്തു? ഇനി ഞാനൊരു കാര്യം പറയുന്നത് മനസ്സിലായിക്കോ. മോദി ഗവൺമെന്റ് 10 ബില്യന്റെ ക്രെഡിറ്റ് ലൈനാണ് ബംഗ്ലാദേശിന് കൊടുത്തത്. അവിടെ ആഹാരം, ഇലക്ട്രിസിറ്റി, ടീസ്റ്റാർ റിവർ അത് ഷെയറിംഗ് ഉണ്ട്, കുടിവെള്ളം ഷെയറിംഗ് ഉണ്ട്. അതേപോലെ തന്നെ ആസാമിൽ ഉണ്ടാക്കുന്ന അവിടെ റിഫൈൻ ചെയ്യുന്ന ഡീസല് അവിടെ കൊടുക്കുന്നുണ്ട്. അതും വളരെ ചെറിയ റേറ്റിനാണ് കൊടുക്കുന്നത്. കാരണം ആസാമുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 3-4 ഡിസ്ട്രിക്റ്റ് ഉണ്ട്. അവർക്ക് മറ്റുള്ളിടത്തു നിന്ന് ഇത് കൊണ്ടുവരാൻ ഭയങ്കര ചിലവാണ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അതിൻ്റെ പേരിൽ ഇന്ത്യയാണ് സപ്ലൈ ചെയ്യുന്നത്. ആ രാജ്യത്തിന് എപ്പോഴും സഹായം ചെയ്യുന്നൊരു രാജ്യം. അങ്ങനെയാണ് ഇന്ത്യ ഈ പറയുന്ന മോദി ഗവൺമെന്റിന് മുമ്പ് ബംഗ്ലാദേശുമായിട്ട് നമ്മൾ ഒരുമിച്ച് പോയത്. അതുകൊണ്ടാണ് ഒരു കാരണവശാലും ഇന്ത്യക്കെതിരെ ആയിട്ടില്ല അവിടെയുള്ള ജനങ്ങൾ. ഇനി വേറെ കാര്യം നിങ്ങൾക്കറിയോ? നിങ്ങൾ കൽക്കട്ട സിറ്റി പോകുമ്പോൾ അവിടെ വലിയ വലിയ ഹോസ്പിറ്റലുണ്ട്, പ്രൈവറ്റും ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഉണ്ട്. അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വരുന്ന ബംഗ്ലാദേശികളായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വരുന്നവർക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അതായത് ബില്ലിൻ്റെ 10% ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് കൊടുക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഇതൊക്കെ നമ്മൾ കൊടുക്കുവാണ്. ആ സഹോദര രാജ്യമാണ്. ഇതൊക്കെ പണ്ട് മുതലുള്ള സംഭവമാണ്. കാരണം അവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ പകുതി ചിലവ് അവർക്ക് കാരണം അവർ ഈ പറയുന്ന പോലെ വലിയ സംഭവങ്ങളൊന്നും അവിടെ ഇല്ല. അതേപോലെ ബംഗ്ലാദേശിൽ വരുന്ന കുട്ടികൾ എത്രയോ പേര് കൽക്കട്ടയിലും മറ്റൊരിടത്തും ഈ ഡൽഹിയിലൊക്കെ പഠിക്കുന്നുണ്ട്. കാരണം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസുമായിട്ട്, കാരണം അടുത്തുള്ള രാജ്യമാണ്. അപ്പം അതിനും നമ്മൾ സബ്സിഡി, സ്കോളർഷിപ്പ് എല്ലാം കൊടുക്കുകയാണ്. ആ രാജ്യത്ത് ശരിക്കും നേരെ രൂപയെ തീറ്റിപ്പൂറ്റുന്നത് നമ്മളാണ്. പക്ഷെ കഴിഞ്ഞ ഈ പറയുന്ന മോദിക്ക് മുമ്പുള്ള മന്ത്രി ആരുമായിട്ടും പ്രശ്നമുണ്ടായിട്ടില്ല. നല്ല ടേംസ് ആൻഡ് കണ്ടീഷന്. എത്രയും പേര് ഈ ഷെയ്ഖ് ഹസീനയുടെ സമയത്താണ് ഇത്രയും അധികം ബംഗ്ലാദേശികൾ ഇന്ത്യയിലോട്ട് കയറിയത്. അതാണ് അണ്ടർ ടേബിൾ ഈ സംഭവം നടന്നത്. നിങ്ങൾ കൽക്കട്ട സിറ്റിക്കകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വിസിബിളാണ്. കാരണം എനിക്ക് ബംഗാളി അറിയാൻ കുറച്ച്. ബംഗാളികൾ, ഇന്ത്യൻ ബംഗാളികൾ പറയുന്ന ബംഗാളി, ബംഗ്ലാദേശികൾ പറയുന്ന ബംഗാളും വ്യത്യസ്തമാണ്. എങ്ങനെയാണ് കാസർഗോഡുകാരനെ, അതായത് മലബാറുകാരനെ, ട്രിവാൻഡ്രംകാരനെ തിരിച്ചറിയുന്നത്? അവൻ്റെ സംസാര ഭാഷയിൽ. അത് തൃശ്ശൂരുകാരനെ എങ്ങനെ സംസാര ഭാഷയിൽ. അതേപോലെ ഇവർ പറയുന്ന ബംഗാളി പറയുന്നത് കേൾക്കുമ്പോൾ അറിയാം ഇവൻ ബംഗ്ലാദേശിയാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ ആലുവയിൽ താമസിച്ചപ്പോൾ അവിടെ പല കടകളിലും ഈ ബംഗ്ലാദേശികളെ പോയി അവിടെ കടകളിലൊക്കെ നീക്കുമ്പോൾ ഇവരെല്ലാം ബംഗ്ലാദേശികളായി, ഇന്ത്യൻ ബംഗാളികളല്ല അധികവും. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഇവനൊക്കെ CA സമയത്ത്, അതായത് സിറ്റിസൺ അമെൻമെൻറ്റ് ബിൽ ആക്ട് സമയത്ത് ഈ കൽക്കട്ടയിലും ഈ പറയുന്ന നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലൊക്കെ കാണിച്ച ബഹളം, റെയിൽവേ പാലും റെയിൽവേ സ്റ്റേഷനൊക്കെ അടിച്ചപ്പോൾ, കാരണം അവൻ്റെ അല്ലല്ലോ ഇത് എൻ്റെയും നിങ്ങളുടെയൊക്കെ ടാക്സി കൊണ്ടുണ്ടാക്കിയതല്ലേ. എന്തുകൊണ്ടാണ് ഇത്രയും പേരെ വലിഞ്ഞു കയറി ഇന്ത്യയിലോട്ട് കൊണ്ടുവന്ന് അതിനെ തടയാൻ പറ്റാതിരുന്നത്? ഇനി ഇവരെ ഒരുമിച്ച് അങ്ങോട്ട് കയറ്റി വിടാൻ പറ്റുമോ? അതായത് ടെൻഷനാണ്. അതാണ് നമ്മൾ 1971 വാറിനേക്കാളും
വലിയ ടെൻഷനിലോട്ട് പോയി ഇന്ത്യ ബംഗ്ലാദേശ്. ഇന്ന് പാർലമെന്ററി കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായിരുന്നു, അത് എക്സ്റ്റേണൽ അഫയേഴ്സ്, ശശി തരൂർ ആ ഹെഡ് ചെയ്യുന്നത്. അവർ തന്നെ വലിയ ഞെട്ടിപ്പോയിരിക്കുകയാണ്. പെട്ടെന്ന് അവിടുത്തെ ജനങ്ങളെല്ലാം, പ്രത്യേകിച്ച് ഇസ്ലാമിക റാഡിക്കൽ ഇസ്ലാമിന്റെ ഭാഗമായിട്ട് ഇന്ത്യയെ വെറുക്കുന്നു. ഇന്ത്യൻ ഹെയ്റ്റ് സ്പീച്ചുകളാണ് അവിടെ മുഴുവനും ടി വിയിലും സോഷ്യൽ മീഡിയയിലും നടക്കുന്നത്. നിങ്ങൾ കേട്ടാണ് കുറച്ച് നാൾ ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ യൂട്യൂബിലൊക്കെ നമ്മളിപ്പോൾ ബംഗ്ലാദേശിനെ 5 ആക്കുന്നു, 2 ആക്കുന്നു, 3 ആക്കുന്നു, 4 ആക്കുന്നു. കുണ്ടവാ ഇതൊക്കെ ചുമ്മാ അടിച്ചു വിടാനുള്ള തള്ളുകൾ മാത്രമാണ് വിടുന്നേ. അങ്ങനൊന്നും അങ്ങനെ പോകത്തില്ല. അവരുടെ ഒരു ഐഡിയോളജി ഉണ്ട്. ഓഫ് കോഴ്സ് അത് ഇസ്ലാമിക് ഐഡിയോളജിയാണ്. അതിലവർ ഒരുമിച്ച് നിർത്തി ഇന്ത്യക്കെതിരെ എന്ത് രീതിയിലുള്ള ഓപ്പറേഷനാണ് പാകിസ്ഥാൻ നടത്തിയെന്ന് ആലോചിച്ച് നോക്കുക. ധാക്ക പോലും ഒരു സിറ്റിക്കകത്ത്, അതേപോലെ ഇന്ത്യക്കാരെ സ്നേഹിക്കുന്ന സിറ്റിക്കകത്ത്, അവിടെ ഇന്ത്യൻ എംബസി അടയ്ക്കണം, ഇന്ത്യക്കാർക്കെതിരെ പ്രശ്നം. എംബസി, കോൺസുലേറ്റ്, മിഷൻ, ജോലിക്കാർ ഞാൻ നേരത്തെ പറയും, അവർ പുറത്തു പോലും ഇറങ്ങാൻ പേടിയ. പിന്നെ എങ്ങനെ ഫർദർ മുന്നോട്ട് പോകാൻ പോകും? അതായത് കാശ്മീർ പാകിസ്ഥാനേക്കാളും വലിയ പൊട്ടൻഷ്യൽ ത്രെട്ടായിട്ട് വന്നില്ലേ 2 ഭാഗത്തായിട്ട്. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, പണ്ട് നേരത്തെ ഈ സ്റ്റുഡൻസ് മൂവ്മെൻറ്റും ഇതേപോലെ തന്നെ റീജൻ ഇഷ്യൂസൊക്കെ ഉണ്ടായ സമയത്ത് ഇന്ത്യക്കാർ ഒത്തിരി പേരെ അറ്റാക്ക് ചെയ്തു. ഇന്ത്യൻ പ്രധാനമന്ത്രി പല ആവർത്തി അവരോട് പറഞ്ഞു അത് നിർത്തണം, ഇന്ത്യൻ ഹിന്ദുക്കളെ അറ്റാക്ക് ചെയ്യരുത്, ഇന്ത്യൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അറ്റാക്ക് ചെയ്യരുത്. ആ സമയത്ത് അവരത് കേട്ടില്ല. അവർ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞു. യൂനസ് ഖാൻ അവർ മൈൻഡ് പോലും ചെയ്തില്ല. എന്നിട്ട് അവസാനം ഡൊണാൾഡ് ട്രംപ് അന്ന് പ്രസിഡന്റ് ആയില്ല. അയാളാണ് വിളിച്ചു പറഞ്ഞ് ഈ സംഭവം ശരിയാക്കുന്നത്. എന്നിട്ട് ഡൊണാൾഡ് ട്രംപ് വന്നപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഇതിൻ്റെ പേരിൽ കേസെടുപ്പിച്ചു. ആ റൈറ്റ് നടത്തിയവർക്കെതിരെ. ഇന്ന് ഡൊണാൾഡ് ട്രംപിനോട് പറയാൻ പറ്റുമോ ഇന്ത്യക്ക്? അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പബ്ലിക്കായിട്ടാണ് പറഞ്ഞത് ഹെൽപ്പ് ചെയ്യാൻ ഇന്ത്യയെ ബൈഡനോട്. ബൈഡൻ റെഫ്യൂസ് ചെയ്തു. ട്രംപ് കയറി ഇടപെട്ടു. ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. ഇനി ആരോട് പറയും? ചൈനയോട് പറയൂ. ഇന്ത്യ ചൈനയോട് പറയാൻ പറ്റുമോ ബംഗ്ലാദേശ് ഇഷ്യൂ ഒന്ന് സെറ്റിൽ ചെയ്ത് തരാൻ? ഇതാണ് ഞാൻ പറയുക, ഇന്ത്യൻ ഡിപ്ലോമസി തകർന്നു. ഒറ്റ കാര്യമെടുത്താൽ മതി ബംഗ്ലാദേശുമായിട്ടുള്ള ഇഷ്യൂ. അവിടുത്തെ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് അനുസരിച്ച് എങ്ങനെയാണ് ഇന്ത്യയുടെ സ്ട്രാറ്റജി, അതനുസരിച്ച് മാറ്റണം. ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയാണ് അവിടുത്തെ പബ്ലിക്കും ജനങ്ങളും ഒക്കെ. നോർമലായിട്ട് അവരെ ഇന്ത്യ നിർത്തി വേറെ രാജ്യത്തോട്ടങ്ങ് വിട്ടേക്കണം. ഇതാണ് ചെയ്യേണ്ടത്. അവരെ ഇവിടെ നിർത്തി, അവിടെ കോർട്ടിൻ്റെ വിധി വന്നു, ട്രിബ്യൂണലിൻ്റെ വിധി വന്നു. അപ്പോൾ അവിടുത്തെ പൊളിറ്റിക്കൽ വിഷയങ്ങളിനകത്ത് ഇന്ത്യ ഇടപെടുന്നു. അപ്പോൾ അവിടുത്തെ കോർട്ട് ശരിയല്ല, കങ്കാരു കോർട്ടാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ എല്ലാ രാജ്യത്തിനും അതിൻ്റെതായൊരു കോർട്ടുണ്ട്. ആ കോർട്ടാണ് വിധി വരുന്നത്. അവിടെ ഭരിക്കുന്നവരായിരിക്കും കോർട്ടിൻ്റെ ജഡ്ജിമാരും മറ്റുള്ളവരും ഒക്കെ. അത് നോർമൽ കോഴ്സിൽ നടക്കുന്ന കാര്യമാണ്. പക്ഷേ ഇത് സിമ്പിളായിട്ടൊരു ടോക്സിക് കൂടെ നല്ല രീതിയിൽ മികച്ച രീതിയിൽ സെറ്റിൽ ചെയ്യാവുന്ന ഇഷ്യൂ ആരെ ഇത്രയും വഷളാക്കിയത്? ആരാണ് ഇന്ത്യൻ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വേലി പോലും കെട്ടാൻ പറ്റാത്ത രീതിയിലാക്കിയത്? ഇത് ഇപ്പോഴൊന്നും ഉണ്ടായത് ഇഷ്യൂ ഒന്നുമല്ല. പക്ഷെ ഇത് മുൻകൂട്ടി കാണാൻ മോദി ഗവൺമെന്റിനും പറ്റിയില്ല. അതാണ് അഡ്മിറ്റ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ ഇതിനെപ്പറ്റി എന്ത് പറഞ്ഞാലും, നിങ്ങൾ എന്ത് തെറി വിളിച്ചാലും യാഥാർത്ഥ്യ സത്യം ഇത് തന്നെയാണ്. അതായത് നമുക്കിതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ വളരെ ഫോക്കസ് ചെയ്ത് മനസ്സിലാക്കണം. എങ്ങനെയാണ് ബംഗ്ലാദേശിൻ്റെ ഫർദർ പോക്ക്? അവിടെയുള്ള ജനങ്ങൾ ഈ രീതിയിൽ ഇന്ത്യക്കെതിരെ തിരിയുന്നു. അതിൻ്റെ കാരണം എന്താണ്? എവിടൊക്കെയാണ് പാകിസ്ഥാൻ കയറി ഇടങ്കോലിടാൻ ശ്രമിക്കുന്നത്? അവിടെ ഇന്ത്യ ശക്തമായിട്ട് പ്രതികരണം മാത്രമല്ല, ഓപ്പറേഷൻ നടത്തണം പല രീതിയിൽ. എന്നാൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. ഈ രീതിയിൽ പോവുകയില്ല. ഇപ്പോഴെന്താ, ബംഗ്ലാദേശ് ഇപ്പോൾ ഭരിക്കുന്ന യൂനസ് ഖാനും മറ്റുള്ളവർ പൂർണ്ണമായിട്ട് ഇന്ത്യക്കെതിരായി. അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ എതിരാക്കുന്നു. ലോങ് മാർച്ച് നടക്കുന്ന ക്യാമ്പസുകളിൽ മുഴുവൻ ഇന്ത്യക്കെതിരെ, ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ. പ്രധാനമന്ത്രി BJPയോ കോൺഗ്രസോ ഒന്നുമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി, എലക്റ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെയാണ് അവിടെ നടക്കുന്ന ക്യാമ്പസുകളിൽ ഏറ്റവും വലിയ പ്രശ്നം. ഇന്ത്യക്കെതിരെ നടക്കുകയാണ്. ഇന്ത്യ എങ്ങനെ പ്രതികരിക്കും? ചില ആളുകൾ പറയുന്നു ബന്ധം വിച്ഛേദിക്കാൻ. ബന്ധം വിച്ഛേദിച്ച് പെട്ടെന്ന് ബന്ധം വിച്ഛേദിച്ചു, ഇതുകൊണ്ട് ഇതിനൊക്കെ പരിഹാരമുണ്ടാവും. ഒന്നും ഉണ്ടാവത്തില്ല. ഇത് ഫർദറായിട്ട് എസ്കലേറ്റ് ചെയ്യും. അതായത് ഒരു കാര്യം ഞാൻ പറയാം, ചില കാര്യങ്ങൾക്ക് നമുക്ക് പരാജയം ഉണ്ടായി, പലതും ഫോക്കസ് ചെയ്യാനും പല കാര്യങ്ങളും അതായത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനും നമ്മൾ പരാജയപ്പെട്ടു. വെറുതെ തള്ളു മാത്രമൊന്നുമല്ല.
ഗ്രൗണ്ടിൽ ഇരുന്ന് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതിന് വിശകലനം നടത്തി അതിനാണ് മരുന്നുണ്ടാക്കി എടുക്കേണ്ടത്. എന്നാൽ മാത്രമേ ഇതിനൊക്കെ റിസൾട്ട് കിട്ടൂ. അല്ല തള്ളിക്കൊണ്ട് കാര്യമൊന്നുമില്ല. ബംഗ്ലാദേശിനെ പൊട്ടൻഷ്യലായിട്ടൊരു ശത്രുവാക്കി മോദി ഗവൺമെൻറ്റും മോദിയുടെ വിദേശ നയവും മാറ്റിയെടുത്തു. അത് ഇന്ത്യക്ക് വലിയ കുറവ് തന്നെയാണ്, വലിയ പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നം പരിഹരിച്ചേ മതിയാവത്തുള്ളൂ. നോർത്ത് ഈസ്റ്റൊക്കെ ഇന്ത്യയുടെ തന്നെയാണ്. നാളെ അവിടെ കയറി മേയാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. ആ രീതിയിലോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇഷ്യൂ തന്നെയാണ്, സീരിയസ് ഇഷ്യൂ തന്നെയാണിത്.